ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പോസിറ്റീവായിട്ടുണ്ടായിരുന്ന സമയങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, എന്തൊക്കെ ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഏതൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻസ് ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പോകുന്ന ഒന്നല്ല എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറിച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. ആ പ്രശ്നങ്ങൾ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലോ ബ്രേക്കപ്പിലോ ഒക്കെ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്ന് കാണുന്നു. പക്ഷേ ഇവിടെ ജസ്റ്റിസ് കാർഡ് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. പക്ഷെ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി അതിനു വേണ്ടി കാത്തിരിക്കുക. എപ്പോഴും നിങ്ങൾക്കൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കുക. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർത്തും എൻഡായി പോയി എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണ് വലിയ പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നു. ഈ റിലേഷൻഷിപ്പ് നേരെയാകും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. പിന്നെ നമുക്ക് കിങ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും വളരെ എക്സൈറ്റ്മെന്റിലാണ്. അതായത് നിങ്ങളിലേക്ക് വീണ്ടും വരണമെന്നും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന ഒരു ഡീപ്പായിട്ടുള്ള സ്നേഹം പങ്കുവെക്കുന്ന ആ ഒരു ദിവസങ്ങളെല്ലാം ഓർത്ത് അവർ വളരെ എക്സൈറ്റഡ് ആണ് എന്ന് തന്നെ പറയാം. ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കാം, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ കൂളാകും. അതുപോലെ തന്നെ മറക്കാനും മാപ്പ് കൊടുക്കാനും എല്ലാം കഴിയുന്ന നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അവർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന സമയങ്ങളായിരുന്നു. ഈ വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിൽ ഉള്ള എല്ലാ തരത്തിലുള്ള റെസ്പെക്റ്റോടും കൂടി അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നാണ് ഉള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി പിന്നീട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് വന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആകാനാണ് ചാൻസ് എന്ന് കാണുന്നു. അവരുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസിലാണ് അവർക്ക് തന്നെ മനസ്സിലാകുന്നത് അവർ ഇത്രയും അധികം ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസിൽ തന്നെയാണ്. നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ പ്രകാശം എന്ന് അവർ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടവർ കാണിക്കും, ലൈറ്റ് ടവർ കാണും. അങ്ങനെ ഈ വ്യക്തിയുടെ ലൈഫിലെ ലൈറ്റ് ടവർ നിങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ച് അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാം അവർ തുറന്നു പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിന്റെ സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുമായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളല്ലാതെ ഈ മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. നിങ്ങളില്ലാതെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നൊരവസ്ഥയിൽ വരെ അവരെത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും അതിൻ്റെ ഫലമായി അവർക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിട്ടും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ഓക്കെ ആകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസും അത് തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് വളരെ ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അതായത് അവരോടും നിങ്ങളോടും വളരെ സത്യസന്ധത പുലർത്താൻ ആ വ്യക്തി ശ്രമിക്കുന്നു എന്നർത്ഥം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം അല്ലെങ്കിൽ ഒരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് റീഡിങ്ങുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിലും ചില എനർജീസ് നമുക്കിങ്ങനെ പറയാനായിട്ട് ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വളരെയധികം ആരോഗ്യ പ്രശ്നത്തിൽ ഫൈറ്റ് ചെയ്യുന്ന, രോഗം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് അതൊരു സൗഖ്യത്തിലേക്ക്, റിക്കവറിയിലേക്കൊക്കെ വരുന്നതായിട്ട് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു റീഡിങ് കാണാൻ ഇടയാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ജസ്റ്റ് നമ്മൾ അതിവിടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പ് റീഡിങ് കാണുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിപ്പോകുന്ന ഒരു സമയമാണിത്. ഈ ഒരു റിലേഷൻ ബേസിൽ നമ്മൾ പറയുമ്പോൾ പല ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ഒരു കറേജ് ഒക്കെ നിങ്ങൾക്ക് വരും. മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ചലഞ്ചസുകൾ വരും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സ് കാർഡ് ഒരു വിജയത്തിന്റെ കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അവർക്ക് ഒരു സക്സസ് ലഭിക്കും. അതുപോലെ അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് കാർഡ് ഒക്കെ തന്നെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ് ഏസ് ഓഫ് വാൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു സിഗ്നലാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി വരാനായിട്ട് പോകുന്ന സമയം ശരിക്കും നിങ്ങളുടെ ലൈഫിലെ തന്നെ ബെസ്റ്റ് മൂമെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് ബോൾഡായി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നൊരു തരം ഒരു മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ധാരാളം ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത് വിഷമിച്ചും കരഞ്ഞും ഒക്കെ ഇരിക്കാതെ ഒന്ന് ബോൾഡായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുക. നല്ലൊരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ്. ഫസ്റ്റ് മെസ്സേജ്, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. യെസ്, നിങ്ങൾ അവരുടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഈ ലോകത്തിൽ വെച്ചിട്ട് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നീയാണ്. ലോകത്തിലെ എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അത് നീയാണ് എന്ന് പറയുകയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുകയാണ്, അവർ പറഞ്ഞു പോയിട്ടുള്ള, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ റൈറ്റ് ടൈം. യെസ്, ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റൈറ്റ് ടൈം, ഡിവൈൻ ടൈം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഐ നോ ഐ ഹർട്ട് യു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. ഈ ഒരു സമയത്ത് നിന്നെ വളരെയധികം ഞാൻ മിസ് ചെയ്യുന്നു എന്നാണ് വ്യക്തി പറയുന്നത്. ലവ് മീ, ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. എന്നെ ഒന്ന് സ്നേഹിച്ചാലും അത് മാത്രമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വ്യക്തി പറയുകയാണ്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതായിട്ട് ഈ വ്യക്തി കാണുന്നു. നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടു, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയമാണ് ഇവർക്ക് ഏറ്റവും സന്തോഷകരമായിരുന്ന സമയം. അതുകൊണ്ട് തന്നെ ആ ഓരോ നിമിഷവും അവർ വളരെ വിലപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്.
അപ്പോൾ കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് റെയിൻബോ സയൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. യെസ്, പോസിബിൾ. എന്താണോ നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചത് അത് പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. നമ്പർ 13, ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ലവബിൾ, നിങ്ങളുടെ പേഴ്സൺ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം. ജൂൺ മന്ത് പോസിബിലിറ്റിയാണ്. 1982, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നാണ് കിട്ടുന്ന ക്ലൂ. ജാനുവരി മന്ത് പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റോസ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ടുഡേ, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലെറ്റർ എസ്, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1996, ഓക്കെ, ഫോളോ ന്യൂ ട്രെൻഡ്. പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. ഡ്രസ്സിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലാണെങ്കിലും പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുള്ള ആളുകളായിരിക്കാം. കാതിലൊക്കെ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഹോണസ്റ്റ്, ഒത്തിരി സത്യസന്ധരായ വ്യക്തികളായിരിക്കാം. ക്രേസി, കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ആളുകളായിരിക്കാം. കുസൃതിയോടൊക്കെ തമാശയൊക്കെ കാണിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഈഗോ ഉള്ള വ്യക്തികളും ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഡി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകുകളുള്ള വ്യക്തികൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണൊക്കെ അത്തരത്തിലുള്ള ലെഫ്റ്റ് സൈഡിൽ മുഖത്ത് കവിളിലായിട്ട് മറുകളുണ്ടോ എന്ന് നോക്കുക. ടീ ലവർ, ഒത്തിരി ചായ കുടിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ എപ്പോഴും ചായ കുടിക്കുന്ന വ്യക്തികളൊക്കെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചായ കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്ലൂസും അതുപോലെ ഈ ഒരു റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.